ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിം ടൈം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡാർക്ക് റെഡിൽ ഇമ്പോസ്റ്റർ ഡോഗ് മിഷൻ്റെ ഫൈനൽ പാർട്ട്, അതായത് പാർട്ട് 2 ആണ്. നമ്മൾ ഇന്നലെ ഈ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇതുവരെ ആയിരുന്നു ഗായ്സ്. അപ്പം നമ്മൾ വീഡിയോ നിർത്തി, അത്രേ ഉള്ളായിരുന്നു കഴിഞ്ഞ വീഡിയോ. ഇവിടെ നമ്മൾ കുറേ വട്ടം തോറ്റു. ഇന്ന് നമ്മൾ ഇത് ജയിക്കാൻ എങ്ങനെയെങ്കിലും നമ്മൾ അപ്പുറത്ത് എത്തണം. നമ്മളിവിടെ എത്തി, ഫസ്റ്റ് ടൈം എത്രയോ വട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ തോറ്റു. അപ്പോൾ നമ്മളെ വീഡിയോ അത്രേ ഉള്ളായിരുന്നു. ഇന്ന് നമ്മളിത് ജയിക്കാൻ പോകുകയാണ്. നമ്മളിത് ജയിക്കും. നമ്മളിത് കുറേ വട്ടം ഫെയിലായി ജയിച്ചു. ഇതെങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. ഇതുപോലെ അടുത്തെത്താറാകുമ്പോഴാണ് പല പല ലേസർ. നമ്മുടെ പഴയ ലേസറൊക്കെ നമ്മൾ നീങ്ങിയാൽ മതി, ലേസറൊന്നും അനങ്ങില്ല. ഇത് പക്ഷെ അങ്ങനെയല്ല, ലേസർ നീങ്ങും. പിന്നെ കുറേ ആയിട്ട് നമ്മൾ അറ്റത്ത് നിന്നാൽ നമ്മൾ താഴെ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിനി കുഞ്ഞില്ലെങ്കിൽ പണി പാടും, കുഞ്ഞില്ലെങ്കിലും പണി പാടി. അടുത്തെത്തിയതായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ആരും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് തുടങ്ങാം. നമ്മൾ കളിക്കാൻ പോകുന്നു. ഇത്ര നേരം പറഞ്ഞുകൊണ്ടാണ് ഗെയിം ഓവർ വന്നത്. ഗൈസ്, നമ്മളിനി കളിക്കാൻ പോകണം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഹാർട്ട് ഗെറ്റ് ടു ദ എക്സിറ്റ്, അതാണ് ഗെറ്റ് ടു ദ എക്സിറ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞ് പോടാ ഇല്ല. ഇവർ എങ്ങനെയാണ് ഇരിക്കൊക്കെ വരുന്ന ലേസർ വെക്കുന്നത്? അത് നമ്മുടെ ഈ ഹൗവേഡ് തന്നെ നമ്മുടെ സ്കിൽസ് കിട്ടാനായിട്ട് എവിടെ വെച്ചിരിക്കുന്നതാണെന്നും അറിയത്തില്ല. ഗൈസ്, നമ്മളിന്ന് ജയിച്ചിരിക്കും. ഗൈസ്, ജയിച്ചിരിക്കും. നമ്മളിന്ന് ജയിക്കും എന്ന് പറഞ്ഞാൽ ജയിക്കും ഗൈസ്. നമ്മളിനി വേറൊരു വീഡിയോ ഇടത്തില്ലെന്ന് പറഞ്ഞാൽ ഇടത്തില്ല ഗൈസ്. ദാറ്റ്സ് എ ഫൈനൽ ഡിസിഷൻ ഗൈസ്. ഓ ഗൈസ്, നമ്മൾ മെഡിക്കറ്റ് വെച്ച് 3 ഹാർട്ടാക്കിയാലേ. പക്ഷെ ഓരോ ഹാർട്ട് വെച്ച് കുറേ വരുന്ന ഗൈസ്. നമുക്ക് 2 വട്ടം ലേസറിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. ഒന്നും ചെയ്യല്ലേ. ഗൈസ്, എത്തി ഗൈസ്, നമ്മൾ ജയിച്ചു ഗൈസ്. മെഡിക്കറ്റ് നമ്മളൊന്നും കൂടി ജമ്പർ ഓണാക്കിയോ? ഓക്കെ, എനിക്കോ നമ്മൾ അങ്ങോട്ടേക്കാണ് എത്തുന്നില്ല. പക്ഷെ എന്താണ് എത്താത്തത്? എന്താണ് ഗൈസ് എത്താത്തത്? ഇതെന്ത് കാണിക്കുന്നു ഗൈസ്? ചെല്ലുന്നില്ലല്ലോ. ഇനി നമ്മൾ 2 വട്ടം വല്ലതും വിളിക്കണം. ഇല്ല. എന്താണ് ഗൈസ്? എന്തോ കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഈ വയറെ കൂടെ ഒക്കെ കയറുമായിരുന്നെങ്കിൽ കാര്യം. ഈ സൈഡിൽ കൂടെ എല്ലാം പോകണം. ഓ ഗൈസ്, എവിടെയാണ് പോകണ്ടേ? അയ്യോ പോയേ. ഓ ഗൈസ്, നമ്മൾ സൈഡിൽ ഒരെണ്ണം കണ്ടിപ്പോ. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്കാണ് ചാടേണ്ടതെന്നാണ് ഗൈസ് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഇവിടെയാണ് പക്ഷെ ഈ സംഭവം കാണിച്ചിരിക്കുന്നത് ഗൈസ്. ഇവിടെ എന്താണ് പറ്റാത്ത? ഓ ഗൈസ്, നമ്മൾ ഇങ്ങോട്ടേക്കാണ് ചാടേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഗൈസ്, അതാണ് അങ്ങനെ
എങ്ങോട്ടേക്കാണ് ഓ നമ്മൾ കറങ്ങി കോയിൻ എടുക്കാൻ നോക്കിയത്. ഇങ്ങോട്ടേക്കായിരുന്നു. ജമ്പിങ് മോഡ് ഓണാകണോ? അയ്യോ ഓക്കെ. പിന്നെയും ഗൈസ് പിന്നെ ഇത് സിമ്പിൾ സ്റ്റാർ ലിറ്റിൽ പിമ്പിൾ ലിറ്റിൽ സ്റ്റാർ ആണ് സിമ്പിൾ പിമ്പിൾ അല്ല ഞാൻ മാറ്റി. പോളെ സ്പീഡൊക്കെ അത്യാവശ്യം ഉണ്ട്. അത് ചാടുക. അയ്യോ എവിടെ ചടിക്കോ? അവിടെ അത് തന്നെ. ഒന്നും കൂടി ചടിക്കോ? ഓ ഇതെന്താണ്? അങ്ങോട്ട് ഇങ്ങോട്ട്. അയ്യോ ഒരു അറ്റത്ത് തന്നെ വന്ന് പണി തന്നു. എന്താണ് ഇന്നേം തുടങ്ങിയ ഒരുമാതിരി. സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ചെക്ക് പോയിന്റ് ഇവർക്ക് വെച്ചൂടെ? എങ്ങനെയാണ് വലിയ സയന്റിസ്റ്റാന്ന് പറഞ്ഞിട്ട് അവള് ഓക്കെ സ്കിൽസ് കൂട്ടാനല്ലേ ചെയ്യണ്ടേ? ചടിക്കോ ആ സാധനം പോണതിന് മുമ്പ് ചടിക്കോ? അയ്യോ ചാടറ. ചടിക്കോ? നമ്മളിങ്ങനെ സൂക്ഷിച്ച് ചാടണം. പക്ഷെ എനിക്ക് തോന്നണേ നമ്മൾ ഈ മതിലിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നമ്മൾ സൈഡിലോട്ടുമല്ല ആ പൊസിഷനിൽ വന്ന് നമ്മൾ ചാടണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം. ഓ വേഗം ചാടി ഞാൻ ചാടേ. ഓ എവിടെ കൂടൊക്കെ വരുമെന്നൊന്നും പറയാൻ പറ്റും. വേഗം ചടി. ഇതാണ് അവസാനം പോയാലുള്ള കുഴപ്പമില്ല. സ്പീഡ് കൂടുതലാണ്. ചടിക്കോ പോയി. ഇതിപ്പോൾ അത് വരുന്നതിന് മുമ്പ് ചാടി. അത് വന്ന് കഴിഞ്ഞ് ചാടി. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഇടയ്ക്ക് ചാടാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് ചാടണം. ഒന്ന് പാടായിരുന്നു. എന്താണ്? ഓ അങ്ങ് പോകാവ. ചട്. എത്തി. ഇങ്ങോട്ട് അങ്ങട് ഇങ്ങോട്ട് ചടിക്ക് കഴിഞ്ഞ് അപ്പുറത്തൊരെണ്ണം ഇപ്പുറത്തൊരെണ്ണം. ഇനി നേരെ ലേസറിന്റെ വഴിയിലേക്ക്. ഓ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. പേടിക്കണ്ട. അതെന്ത് കളി? ഓ ഗൈസ് എത്തി. സ്റ്റെപ്പ് പോയിന്റ് ആണെന്ന് തോന്നുന്നു. എത്തി. ടിക്കറ്റ് എടുത്താലോ? എടുക്കാം. നമ്മളെല്ലാം എടുത്തു ഗൈസ്. അതെന്തോ ഒറ്റച്ചാട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ എത്തി. യെസ് ഗൈസ് ജയിച്ചു. മിഷൻ കംപ്ലീറ്റഡ്. ഗൈസ് ലാസ്റ്റ് വണ്ണാണെന്ന് തോന്നുന്നത്. എന്താണ് അതിൻ്റെ പേര്? ഓ ദ ട്യൂബാ. അതിനകത്ത് എന്തോ കണ്ണൊക്കെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. കിട്ടിയില്ലെങ്കിൽ പോയി. ഇല്ല കണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടണം ഗൈസ്. വെടിവെച്ചോ അത് വെടിവെക്കാനുള്ള മാർക്ക് തന്നെയാണ്. വെടിവെക്കാനാണെന്ന് തോന്നുന്നു. അത് ഇതെന്താണ് നമ്മള് സൈഡിൽ മഞ്ഞ സംഭവം കണ്ട. എനിക്ക് തോന്നണ ഈ സ്റ്റെപ്പ് പോലത്തെ സംഭവം അയിലമ്മഴിയും വരണം. നമ്മളെ
എന്തോ ചെയ്യണം തോന്നാനായിട്ട്. എന്തോ സംഭവം നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് പക്ഷെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? പക്ഷെ എന്താണ് ആക്ടിവേറ്റ്? ഓ ഗൈസ് ഈ ലിവർ. ഓ ഗൈസ് താഴോട്ട് ചാടി. നമുക്ക് താഴെ നിന്ന് വല്ല ആക്ടിവേറ്റ് ചെയ്യണ്ടെന്നാണ് ഗൈസ്. താഴെ എന്താണ്? ഗ്രീൻ സ്മോക്കാ അതോ ആസിഡാ? അതോ മറ്റേ സംഭവം എന്താണ്? അപ്പോൾ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തൊരു പച്ച ലിക്വിഡില്ലേ? ഡബിളായിട്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ ഗൈസ് ഇതൊക്കെ മേളിലോട്ട് പോയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാ? മാഞ്ഞു പോവാണെന്ന് തോന്നുന്നു. നോക്കാം ലിവർ ആക്ടിവേറ്റ് ചെയ്യാൻ ഗൈസ്. ആക്ടിവേറ്റ്. ഓ ഗൈസ് നമ്മളെ ഇവിടെ എത്തണം. പൊക്കോ. ഓക്കെ ഗൈസ്. എന്താണ്? എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. എന്തോ കാണിച്ചിട്ടുണ്ട് അവിടെ. എന്തൊക്കെയോ നമ്മൾ കാണിച്ചു വെച്ചു. ഇവരും എന്തൊക്കെയോ കാണിച്ചു തന്നു. എന്താണ് ഇനി വലിക്കേണ്ടത്? പക്ഷെ ഈ ബുള്ളറ്റൊക്കെ ഗ്ലോറിയയുടെ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാത്തിനും ഈസി ഇതാണ്. എന്താണ് ഇങ്ങോട്ട് ചാടണമെന്നാണ് തോന്നുന്നത്. ഓ നമുക്കിത് ജയിക്കണം. കണ്ടാ ഗൈസ് ഡബിള് പോണ കണ്ടാ ഗൈസ്. എങ്ങോട്ട് പോണ്? ഇതൊന്ന് എന്ത് ചെയ്യും ഗൈസ്? എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറ. നമ്മക്ക് എനിക്ക് തോന്നണം നമ്മൾ ആ സാധനമില്ലേ ഈ സ്റ്റെപ്പ് പോലെ അതേ കയറി അപ്പുറത്തെ മറ്റേ സ്റ്റെപ്പേ കയറി ആ മണ്ടക്കേക്കണ ആ സാധനത്തെ കൂടെ ചാടിപ്പോണം. ആ ലേസർ അതും പറ്റില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ സൈഡിൽ കൂടെ അറ്റത്തൂടെ എനിക്ക് നമ്മൾ പോകണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് പോയി നോക്കാം. ആ ഗൈസ് ഇതാണ്. ചടിക്കോ ചടിക്കോ അങ്ങോട്ട് അടിക്കോ. വേഗം പോ. പൊക്കോ. അങ്ങനെ നമ്മൾ ഇതിലേക്കുള്ള പോകാനുള്ള വഴി. നമ്മുടെ ഉള്ളിലേക്കുള്ള ലേസൊക്കെ പോയി.
അയ്യോ അയ്യോ ഇരിക്കല്ലേ. നമുക്ക് നേരെ അങ്ങ് പോവാം. ചുറ്റികറി ഇടി കിട്ടാതെ നമ്മൾ പോകണം. ഒറ്റടി തന്നെ. ഇതെന്താണ് ലേസറാ? ലേസറൊക്കെ താഴെക്കൂടെ ഓടി നടക്കുന്നു. ചെറിയ ലേസർ. ഓ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒറ്റ ഇതില് ലേസർ. ഓ ലേസർ നമ്മളെ അവിടെ വെടിവെക്കണം തോന്നുന്നു. മാറങ്ങി. പിന്നെ ഇത് പൊങ്ങിയറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും അറിയാൻ പാടില്ലേ. അവിടെയും അല്ല. ഇത് പോങ്ങ ഇവിടെ ഓർണം കൂടി പൊങ്ങിയായിരുന്നു. ഇനി നമ്മൾ കറക്റ്റായിട്ട് വെടിവെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംതിങ് സിമിലർ. എന്താണിത്? നമ്മളിനി അവിടെ വല്ലോ നേരത്തെ ലിവർ വലിച്ച പോലെ അവിടെ എന്തെങ്കിലും ആക്ടിവേറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മളെ ഇത് ചെയ്യാനുണ്ട് ഇവിടെ. ഓ ഇവിടെ വെച്ച് വെടിവെക്കണം. അപ്പൊ കറക്റ്റായിട്ട് കൊള്ളും ഗൈസ്. അങ്ങനെയാണ്. ആംഗ്ലീവിന് വെടിവെച്ചില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? പോടാ. ഇത് പിന്നെ കുറച്ച് അത്ര സീനില്ല. പൊട്ടേ പൊക്കോ. നമുക്ക് ലേസർ ഒന്ന് പോയിട്ട് ഇടുക. പോടാ ഇറക്കുന്നു. അത് തന്നെ അങ്ങനെ തന്നെ. നമ്മൾ ഒരെണ്ണം വെടിവെച്ച് നേരത്തെ വെടിവെച്ച് തന്നെ അത് തന്നെയാണ്. വേറൊന്നുമല്ല. ലേസർ വന്നപ്പോൾ ചെറുതായിട്ടും സ്ഥലം മാറി. ഗെയിം ഓവറായി. ലേസർ വന്നപ്പോഴില്ലേ ഈ ലേസർ നമ്മളെ മേത്തൂടെ പോയി. ഗെയിം ഓവറായി. ഇതൊന്നും ഇല്ല എന്നാലും ഗെയിം ഓവറായി. നമ്മളൊരു വട്ടം ഡേഡായി. എടൊന്ന് പോടാവുന്നു. ഇത്ര നേരമായല്ലോ. ഇത് കാണിക്കുന്നു. മഞ്ഞ സാധനം കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തോ വരാനുണ്ട്. എന്താണ്? ഓ വല്ല ചിന്തിക്കുമ്പോഴാണ്. ഓ എന്താ പോളാ ഒന്ന്. ഇനിയൊക്കെ എന്ത് ചെയ്യാൻ? അതിങ്ങനെ. ഓ ഈ തല തേർഡ് ക്യാമറ ഇടയ്ക്ക് ഫസ്റ്റ് ക്യാമറേനെ കണക്കാണ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് വാ കാണാം. ഗൈസ് അപ്പം നമ്മൾ അത്രയും ഭാഗം കുറച്ച് ഗ്ലിച്ചായി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഒന്നും കാണിച്ചില്ല ഗൈസ്. അവിടെ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. നമ്മൾ വെടിവെച്ച് അപ്പുറത്ത് ചെന്നപ്പോൾ ഷട്ടർ തുറന്ന് അപ്പോഴത്തേക്കും അവിടെ ഒരു ഡോറ് അപ്പുറത്തെ സൈഡിലെത്തി ഗൈസ്. നമ്മൾ ആ വഴിക്കൊക്കെ അടിയിൽ കൂടെ പോയപ്പോൾ അപ്പോൾ നമ്മൾ ജയിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഡാർക്ക് റിഡിൽ ടീമിയുടെ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അടുത്ത ഗെയിം വരുന്നേക്കും വരെ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.